ഹായ്, ഇത് എൻ്റെ മറ്റൊരു അഡീനിയം പ്ലാന്റ് ആണ്. നോക്കിക്ക് എന്ത് ഭംഗിയാണെന്ന്. നമ്മൾ ഈ റിബണൊക്കെ വെച്ച് നമ്മൾ റോസാപ്പൂ ഒക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ശരിക്കും ഒരു റോസാപ്പൂ തന്നെ. ഈ ചെടിയിലല്ലാതെ ഈ ഫ്ലവർ ചെടി കാണിക്കാതാണ് ഈ ഫ്ലവർ കാണിക്കുന്നതെങ്കിൽ നമുക്കതൊരു റോസാപ്പൂവായിട്ട് തന്നെ തോന്നും. നോക്കി, നല്ല കളറാണ്, നല്ല റെഡ് കളറാണ്. എങ്കിലും അതിൻ്റെ ഇതളുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒക്കെ സ്പൈറലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഓരോ ഇതളും. അതും മൾട്ടിപെറ്റൽ അഡീനിയമാണ്. നല്ല റെഡ് ആണെങ്കിലും അതിനുള്ളൊരു ചെറിയ വൈറ്റ് ഷെയ്ഡോ പിങ്ക് ഷെയ്ഡോ ഒക്കെ പറയാം. അങ്ങനൊരു ഇതിലാണ് ഇരിക്കുന്നത്. ഇതൊരു വലിയ അഡീനിയം പ്ലാന്റ് ആണ്. നല്ല കോഡക്സ് ഒക്കെയുള്ള ഒരു വലിയ ഒരു അഡീനിയം പ്ലാന്റ് ആണ്. നിറയെ മുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചിത്രശലഭത്തിൻ്റെ ലാർവ ഉണ്ടല്ലോ, ആ പുഴുവിൻ്റെ ആക്രമണം ഈ ചെടി വെച്ചേക്കുന്ന ആ സ്ഥലത്ത് ഇത്തിരി കൂടുതലാണ്. എല്ലാ പ്ലാന്റിലും ഒറ്റ ലീഫില്ല, എല്ലാം കടിച്ച് കടിച്ച് തിന്നിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും അത് ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ അറിയാമോ, എൻ്റെ കണ്ണ് തപ്പുന്ന ഒരു ദിവസം അത് മുഴുവൻ തിന്നു തീർക്കും. ഞാൻ ഈ ഒരു കറുത്ത പൊടി, കടുകുമണി പോലുള്ള ഒരു പൊടി ഇതിനകത്ത് കാണും. അപ്പോൾ ഓടി വന്ന് നോക്കും. എനിക്കറിയാം അതിൻ്റെ വിസർജ്യമാണ് ആ പൊടി എന്ന് പറഞ്ഞ ഇലയെല്ലാം കൂടെ തിന്നിട്ട്. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും മിക്കവാറും ലീഫുകളൊക്കെ തീർന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ മുട്ടുകളും പോയത്. കാരണം ഞാൻ ഈ ഒരു ഫ്ലവർ കഴിഞ്ഞ ദിവസം വിരിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 കൂടെ വിരിയട്ടെ എന്നും പറഞ്ഞിട്ട് കാത്തിരുന്നതാണ്. പക്ഷെ അപ്പോഴത്തേക്കും മറ്റേ മൊട്ടുകളെല്ലാം ജീവി തിന്നുപോയി. ആ ലാർവയാണ്, കാറ്റർപില്ലർ എന്ന് പറയത്തില്ലേ, ആ സംഭവമാണ് ആ തിന്നുന്നത്. നമുക്ക് കണ്ടാൽ ഇഷ്ടം തോന്നാത്ത ഒരു പുഴുവാണത് ഇതിനകത്ത് ഇരിക്കുന്നത്. ചിലതിനൊക്കെ നമുക്ക് ഇഷ്ടം തോന്നും. ഇത് നമുക്ക് ഒരു ഭയം തോന്നും. ഒരു കറുത്ത നിറത്തിലുള്ള ഒരെണ്ണമാണ്. ഞാനതിനെ എനിക്ക് കൊല്ലാൻ ഒരു സത്യത്തിൽ ഒരു മടിയാണ്. പാവം നമ്മുടെ ചിത്രശലഭത്തിൻ്റെ ലാർവയല്ലേ എന്ന് വെച്ചു. പക്ഷെ അറിയാമോ, നമുക്ക് ഉപദ്രവമാണ് ചെയ്യുന്നത്. ഞാൻ കൊല്ലത്തില്ല. മതിലിൻ്റെ പുറത്തൂടെ റോഡിലേക്ക് എടുത്തെറിയുക. ആരെങ്കിലും അതിന് ചവിട്ടിക്കൊല്ലുവോ വണ്ടി കയറി ചത്തുവോ ഒക്കെ ചെയ്യും. കാരണം എനിക്ക് കൈ കൊണ്ടാ ചെയ്യാനൊരു മടി. ദൈവദോഷമായിരിക്കും. പക്ഷേ അറിയാമോ, എൻ്റെ പൂവിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ആ ദോഷങ്ങളെല്ലാം അങ്ങ് മറക്കും. അങ്ങനെ യാദൃശ്യമായിട്ട് കാറ്റർപില്ലർ തിന്നാതെ കിട്ടിയ ഒരു കൂട്ടമല്ല, ഒരു 2 പൂക്കളാണ് ഈ അഡീനിയത്തിനകത്തുള്ളത്. മിക്കവാറും പുറത്തൊക്കെ നിൽക്കുന്നത്. ഇത് ഞാനൊരു സിറ്റോണിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയും അതൊന്നും എടുത്ത് പുറത്തോട്ട് വെക്കണം, നല്ല വെയിലിലോട്ട് വെക്കണം. അതുകൊണ്ടായിരിക്കാം ഈ പുഴുക്കളുടെയൊക്കെ ആക്രമണം കൂടുതലായിട്ടുണ്ടാകുന്നത്. വെയിലടിക്കുമെങ്കിലും അതിന് മാത്രം കടുത്ത വെയിൽ അതിന് കിട്ടുന്നില്ല. അങ്ങനെ അതിനെ ജീവിപ്പിച്ചെടുത്ത പൂക്കളാണ് ഈ 2 എണ്ണം. നിങ്ങൾ നോക്കിയേ, ഞാൻ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്കും ഇല്ലേ? ഇത് റോസാപ്പൂവായിട്ട് തന്നെ തോന്നില്ലേ?